ഹായ് ഫ്രണ്ട്സ്, അമ്മ ഒരു പീക്കോക്കാണ് ഉണ്ടാക്കുന്നേ. ഇതെല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷൻ ഏതായാലും മോൻ പറഞ്ഞു കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ടൊരു മയിലിനെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ റൗണ്ടായിട്ടുള്ള ബൈൻഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഞാനിപ്പം പിങ്ക് കളറാണ് കംപ്ലീറ്റ്. അതിൽ കുറച്ച് ആ വൈറ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു, കുറച്ച് ഗമ്മിൻ്റെയൊക്കെ ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അത് റബ്ബ് ചെയ്യാനായിട്ട് ഞാൻ പിങ്ക് കളർ ഇട്ടിട്ട് വെറുതെ ഒരു ഈ മയിലിന് മാത്രമല്ല, നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ബട്ടർഫ്ലൈയോ ഫ്ലവറോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഔട്ട്ലൈൻ. ഇത് മോൻ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് അവൻ അടുത്തുണ്ടെങ്കിൽ അവൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം അത് ഞാനിത് ഔട്ട്ലൈൻ ഇട്ടിട്ട് ഈ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ആ ഒരു ഔട്ട്ലൈൻ അനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് അതിലങ്ങ് ഒട്ടിക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ ഞാനത് കട്ട് ചെയ്ത് ഓരോന്നും സെപ്പറേറ്റ്, അതായത് ഒരു മൈപ്പീലിക്ക് വേണമെന്നുണ്ടല്ലേ, ബ്ലൂ, ഗോൾഡൻ കളർ, അതുപോലെ തന്നെ ഗ്രീൻ കളർ, ഇത് ആദ്യമേ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഒരു എല്ലാം അതുപോലെ തന്നെ ആ ബോഡിക്ക് ഷേപ്പോടുകൂടി ഒരെണ്ണം കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. ആ ഒരു പീക്കോക്കിൻ്റെ ആ ഒരു വിങ്സിനും അതുപോലെ തന്നെ ചിറകിന് വേണ്ടിയിട്ടും യെല്ലോ ഗോൾഡൻ ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുക. എല്ലാം ഒട്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ നമ്മളിവിടെ. ഔട്ട്ലൈൻ വളരെ സിമ്പിളായിട്ട് എങ്കിൽ മനോഹരമായിട്ട്. ഈ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. നമ്മൾ എന്ത് ചെറിയ വസ്തുക്കൾ ചെയ്താലും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് തോന്നില്ല, വേണിയിട്ടങ്ങ് പോയേക്കും. ഉണ്ടല്ലേ, ഇതുപോലെ നമുക്ക് ഓരോന്ന് പാർട്ടായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ആദ്യമേ അതിനുശേഷം ഞാൻ ഏറ്റവും അവസാനം ഒരു ഗ്ലാസ് മിററാണ് അതിൽ സെൻറ്ററിൽ ഒട്ടിച്ചിരിക്കുന്നത്, ആ ഒരു മൈപ്പീലിക്ക് വേണ്ടിയിട്ട്. ഇനി ഓരോന്നും ആ ഒരു ചിറകിന് അതുപോലെ തന്നെ മിറർ ഒട്ടിച്ചിരിക്കുകയാണ്. ആ ചിറകിൻ്റെ താഴെ ഓറഞ്ച് കളറിൽ ചെയ്ത് വെച്ച് കണ്ണും ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വൈറ്റ് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് വൈറ്റ് ചെയ്തെടുത്ത്, കാരണം ആ ഗ്രീൻ നല്ലതുപോലെ തെളിഞ്ഞ് വരണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെങ്കിലായിരിക്കും കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നി. അതുകൊണ്ട് ആ പിങ്ക് മാറ്റിയിട്ട് വീണ്ടും ഞാൻ അക്രിലിക് കളർ യൂസ് ചെയ്ത്. ഈ ഒരു അക്രിലിക് കളറിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, നമുക്കൊരു കളർ ചെയ്താൽ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നും കൂടി കളർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് ഗ്ലിറ്റേർഡ് പൗഡറും എൻ്റെ ഉണ്ടായിരുന്നു, അത് 4 ചുറ്റും ഒന്ന് വിതറുന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള നല്ലൊരു പീക്കോക്ക് നമുക്ക് നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് ഔട്ട്ലൈൻ ഇട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പിക്ചറിൽ നോക്കി ഇപ്പോൾ വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കാണെങ്കിൽ അത് സ്കെച്ച് ചെയ്ത് നമുക്കത് പതിപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പതിപ്പിക്കുന്നതിന് മുൻപേ നമുക്ക് ആ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിൽ ഓരോ പാർട്ടും പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയായിരിക്കും കുറച്ചുകൂടി ഉത്തമം. ഇത് കണ്ടില്ലേ, ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു ബോൾഡ്